ഞാൻ ഇവന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞതാ, ML സാർ വന്നാൽ നിന്റെയൊക്കെ മുഖം അടിച്ചു പൊടിക്കുമെന്ന്. അയ്യോ, ഇനി പറ, എന്താ തന്റെ ഉദ്ദേശം? സാറേ, ഞാനൊരു പാവമാ. ഏയ്, തന്നെ പറ്റി വിശദീകരിക്കണ്ട, അതെനിക്കറിയാം. എന്റെ മകന്റെ വിവാഹത്തെ കുറിച്ച് പറ. രജിസ്റ്ററിൽ താൻ തിരിമറി നടത്തിയോ? സാറേ, അത് പിന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇങ്ങനൊരു സീൻ എനിക്ക് താല്പര്യമില്ല. ഗുണ്ടായിസം കാണിക്കാൻ മടിയുണ്ടായിട്ടല്ല, അത് വേണ്ടാന്ന് വെച്ചിട്ടാ. ഇപ്പൊ തന്നെ പിള്ളേര് തന്നെ ചവിട്ടിക്കൂട്ടി കൊല്ലണ്ടെന്ന് കരുതിയാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. രാഷ്ട്രീയവും ജനസേവനവും മാറ്റിവെച്ച് എന്റെ മകന് വേണ്ടി ഞാനൊരു അച്ഛനായി മാത്രം ചിന്തിച്ചാ കുറുപ്പേ, ഇവന്മാരെക്കാൾ വടക്കായിരിക്കും ഈ സിദ്ധാർത്ഥൻ. സാറേ, ആർക്ക് വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ എനിക്കറിയണ്ട. താൻ രജിസ്റ്ററിൽ തിരിമറി നടത്തി മുരളിയും ദേവികയും വിവാഹിതരായെന്ന് താൻ വരുത്തി തീർത്തു. അത് മാറ്റിയെടുക്കാൻ ഇന്ന് എപ്പ പറ്റും? സാറേ, എപ്പോ? അമ്പലത്തിലെ രജിസ്റ്ററിൽ നന്ദസാറിന്റെയും ദേവികയുടെയും പേര് തന്നെയാ കിടക്കുന്നത്. പിന്നെന്തിനാണോ മുരളിയുടെ പേര് രജിസ്റ്ററിലുള്ളെന്ന് കള്ളം പറഞ്ഞത്? എന്നെ ഉപദ്രവിക്കരുത്. പ്രഭമേടം പറയുമ്പോ ഞാൻ എന്ത് ചെയ്യാന്? സാറേ, പിന്നെ എനിക്കും കാശിന് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. കുറച്ചുപേര് രണ്ടും കൽപ്പിച്ചിറങ്ങിയ ഒരു മേഡത്തിന് തന്നെ പോലുള്ളവരെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ മനസ്സിലായോ? 25,000 പിന്നെ ഒരു 5 ലക്ഷം കൊടുക്കാമെന്ന് പ്രലോഭിപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. കൊടുക്കേണ്ടത് ഞങ്ങൾ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തല്ലി സാറേ. അങ്കിള് വന്നിട്ട് അങ്കിളിന്റെ അനുവാദത്തോടു കൂടി ബാക്കിയൂടെ കൊടുക്കാന്ന് വെച്ചു. ഇനി തല്ലിയാൽ ഞാൻ ചത്തുപോകും. ഇല്ല, ഞാൻ കൊല്ലും. കൈയെടുക്ക. നീ ചാകാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ സാറേ? ഇപ്പൊ തന്നെ അമ്പലത്തിൽ വിളിക്കണം. നന്ദനും ദേവികയും തമ്മിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് റെഡിയാക്കി വെക്കാൻ ഓഫീസിൽ പറയണം. നന്ദനിപ്പോ അങ്ങോട്ടേക്ക് പോവും. നന്ദന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ തനിക്ക് ഇവിടുന്ന് പോവാം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം സാർ. മോൻ അമ്പലത്തിലേക്ക് പൊയ്ക്കോ. അവിടെ ചെന്നേ ക്ലർക്ക് ബിഷംബരനെ കണ്ടാ മതി. എന്റെ ഫോൺ എവിടെയാ? ഇങ്ങെടുക്കും മോനെ. ഞാൻ വിളിക്കാം സാറേ. നന്ദ, നീ പെട്ടെന്ന് ചെല്ല്. ഞാൻ പോട്ടെ. ചെല്ല. ഹലോ വിശംബര, ഞാനാ കുറുപ്പ. ഒരു അത്യാവശ്യ കാര്യത്തിനാ. നമ്മുടെ സിദ്ധാർത്ഥൻ സാറിന്റെ മോൻ നന്ദനില്ലേ, ആ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി അവരുടെ കയ്യിൽ എടുത്തു കൊടുക്കണേ. നന്ദമോൻ ഇപ്പൊ അവിടെ വരും. പെട്ടെന്ന് എടുത്തു കൊടുക്കണേ. പെട്ടെന്നാവട്ടെ. ഞാൻ വിളിക്കാം. അച്ഛാ, വേണ്ട. അച്ഛനെ കൊണ്ട് ഈ ജോലി പറ്റില്ല. ഞാൻ താമസിക്കുന്ന വീടിന്റെ സെക്യൂരിറ്റിയായി എന്റെ അച്ഛൻ. വേണ്ട അച്ഛാ, എനിക്കത് സഹിക്കാൻ പറ്റില്ല.
അച്ഛൻ ഈ ജോലി വിട്ടേക്ക്. നന്ദനോട് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാം. ആ ദേവിക പറയുന്നതാ ശരി. ഈ പണി അങ്ങ് മറന്നേക്ക് മാധവ. ഞാൻ ഈ ജോലി ഏറ്റെടുക്കാം. ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ആയിക്കോളാം. ആ നല്ലത്. പിന്നെ സെക്യൂരിറ്റി ജോലിയോടൊപ്പം ചെറിയ വീട്ടുകാര്യങ്ങളും കൂടി സഹായിക്കേണ്ടി വരും. തുണിയലക്കൽ, കടയിൽ പോക്ക്, ചുറ്റുപാടൊക്കെ വൃത്തിയാക്കല്. അച്ഛാ, അച്ഛൻ ഇവിടുത്തെ വീട്ടുജോലിക്കാരനാവണമെന്ന്. മാഡം പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ജോലിയെല്ലാം ചെയ്തോളാം. അച്ഛാ, കാറിൽ കയറാനാ ഞാൻ പറഞ്ഞു. വേണ്ട. നന്ദ, എനിക്ക് തോന്നുന്നത് മാധവനെ പറഞ്ഞയക്കുകയല്ല, ഇവിടെ നിലനിർത്തുക വേണ്ടത്. അച്ഛാ, അച്ഛൻ എന്തായി പറയുന്നേ? നീ വിഷമിക്കണ്ട മോളെ, വഴിയുണ്ട്. ഇപ്പോ ഈ വീടിന്റെ ഏതോ കോണിൽ നിന്നോ എവിടെ നിന്നോ പ്രഭ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാ? നമ്മുടെ പ്ലാനിങ് എന്താണെന്നറിയാം. ഞാൻ കരുതുന്നത് പ്രഭയുടെ ആദ്യത്തെ പരീക്ഷണത്തിൽ മാധവൻ വിജയിച്ചെന്നാ. മീരയുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതായതുകൊണ്ടാ പ്രഭയ്ക്ക് മാധവന് ജോലി കൊടുക്കേണ്ടി വന്നത്. അതൊരു തോൽവിയായി പ്രഭയ്ക്ക് തോന്നി. അവിടെ നിന്ന് എങ്ങനെ ജയിച്ചു കയറാമെന്ന് ചിന്തിച്ചു കാണും. അപ്പോഴാവും ഇങ്ങനൊരു ആശയം തോന്നിയത്. ദേവികയുടെ അച്ഛനെ ഇവിടുത്തെ വീട്ടുജോലിക്കാരനാക്കാം, വിറക് വെട്ടിയും വെള്ളം കോരിയും ആക്കാം. ഇതാണ് ജോലി എന്നറിയുമ്പോ മാധവൻ സ്വയം അങ്ങ് പിരിഞ്ഞു പോവും. ഇവിടെ പക്ഷെ അത് നടന്നില്ല. മാധവൻ ഈ ജോലി സ്വീകരിച്ചത് വാസ്തവത്തിൽ ഇപ്പോ പ്രഭയ്ക്കാ ക്ഷീണം. ഇനി ഇതിനപ്പുറത്തെ പരീക്ഷണവും കൊണ്ട് പ്രഭ വരും. അവിടെയും ഈ നിലപാട് തന്നെ സ്വീകരിക്കണം. കളഞ്ഞിട്ട് പോകരുത്. ബാക്കി നമുക്ക് അപ്പം നോക്കാം. എന്നാലും അച്ഛാ, ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അച്ഛൻ എനിക്ക് ഗേറ്റ് തുറന്നു തരേണ്ടി വരില്ലേ? അതൊരു അഭിനയമായിട്ട് കണ്ടാ പോരെ? മനസ്സിന്ന് ഒരു വലിയ ഭാരം അങ്ങ് മാറി, ശക്തി തിരിച്ചു കിട്ടിയ പോലെ. ഇനി പേടിക്കണ്ടല്ലോ. ക്രമേണ കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിക്ക് തന്നെ വരും ദേവി. ഇന്നിപ്പോ അച്ഛൻ ഗേറ്റ് തുറന്നു നിന്നപ്പോ മനസ്സ് വല്ലാതൊന്ന് പെടഞ്ഞു. പക്ഷെ ഉറപ്പുണ്ട്, അമ്മ തന്നെ മുൻകൈ എടുത്ത് അച്ഛനെ ഓഫീസിലേക്ക് പോസ്റ്റ് ചെയ്യും. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. സർട്ടിഫിക്കറ്റ് കണ്ടിട്ടും മതിയാവുന്നില്ല. നമ്മളെപ്പോലെ തന്നെ മുരളിയേട്ടനും ഗൗരിക്കും ഒക്കെ സന്തോഷമായി കാണുമല്ലേ? ഹലോ, ഇതെന്താ? വിവാഹ സർട്ടിഫിക്കറ്റാ? ഹാ, ഒന്ന് താടോ, ഞാൻ കാണട്ടെ. വേണ്ട, ആരും കാണണ്ട. എനിക്കും അത് കാണുന്നത് ഇഷ്ടല്ല. അപ്പൊ പിന്നെ നന്ദനെ കാണിച്ചതോ? നിങ്ങൾ എന്താ ഇവിടെ ഒറ്റയ്ക്ക് സംസാരിച്ചത്? ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. ഏതെങ്കിലും കോടതി ചെന്ന് എനിക്ക് ചില സഹായങ്ങൾ വാങ്ങിത്തരാൻ പറ്റുമെന്ന് ചോദിക്കായിരുന്നു. എന്ത് സഹായ ദേവിക്ക് വേണ്ടത്? എന്റെ ദാമ്പത്യ ജീവിതം വലിയ കുഴപ്പത്തില മീര.
മീരയ്ക്ക് സാധിക്കും പോലെ മീരയും എന്നെ സഹായിക്കണം. ദേവിക പറ. എന്റെ ഭർത്താവിന് എന്നോട് നല്ല സ്നേഹമുണ്ട്. ഞാനെന്ന് വെച്ച ജീവന. ഉം, പക്ഷേ അമ്മയെ പേടി. മനസ്സിലായില്ല. ഭർത്താവിന്റെ അമ്മ വിചാരിക്കുന്ന പോലെ ആ വീട്ടില് കാര്യങ്ങൾ നടക്കും. ശ്ശെ, നിന്റെ ഭർത്താവ് ഇത്രയ്ക്ക് കിഴങ്ങനാണോ? അല്ല, ഏട്ടനങ്ങനെ ഒരു കിഴങ്ങനൊന്നുമല്ല. പ്രതികരിക്കാൻ അറിയാം. പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണം അമ്മ അനുസരിച്ച് നിൽക്കേണ്ടി വരുന്നു. എതിർത്ത് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ഒരേ വീട്ടിലാണെങ്കിലും അകന്നു കഴിയുമ്പോലെ ഞങ്ങൾ ജീവിക്കുന്നത്. ഭർത്താവിന് എന്റെ അടുത്ത് വരണമെങ്കിൽ തന്നെ അടുത്തെങ്ങും അമ്മയില്ലാന്ന് ഉറപ്പ് വരുത്തണം. ആ ഭർത്താവിന്റെ കരണക്കുറ്റിക്ക് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കാത്തെന്താ? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഭർത്താവ് പാവാ. എന്തു പാവം? ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന പറയാറില്ലേ? ഇതിപ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നേ. ധൈര്യമായിട്ട് പ്രതികരിക്കാൻ പറയണം ഭർത്താവിനോട്. ഞാൻ സംസാരിക്കാം. നന്ദൻ, നമുക്ക് ദേവികയുടെ വീട് വരെ ഒന്ന് പോയാലോ? ആ കിഴങ്ങേശനെ കണ്ട് 10 പറയണം. ആ വാക്ക് കൂടെ കൂടെ പറയാതെ മീര, കേൾക്കുമ്പോ ഒരു പ്രയാസം. അയാളെ പറയുമ്പോ നന്ദൻ എന്തിനാ പ്രയാസപ്പെടുന്ന? അയാളൊക്കെ പുരുഷ വർഗത്തിനെ നാണക്കേടാ. മീര, അങ്ങനൊന്നും പറയല്ലേ. നന്ദൻ എന്തിനാ അയാൾക്ക് വേണ്ടി വാദിക്കുന്നെ? നന്ദന്റെ ഫ്രണ്ടോ മറ്റോ ആണോ? അല്ല, അതല്ല. എന്നാലും കേൾക്കുമ്പോ ഒരു പ്രയാസം. എന്നിട്ട് മീര കേക്ക്. ഇപ്പോ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്താ? അമ്മായിയമ്മയ്ക്ക് എന്നെ എന്റെ ഭർത്താവിനെ തമ്മിൽ പിരിക്കണം. എന്നിട്ട് ഭർത്താവിനെ കൊണ്ട് അവരുടെ മൊറപ്പെണ്ണിനെ പോലെ ഒരുത്തി വന്നിട്ടുണ്ട്. അവളെ കൊണ്ട് കെട്ടിക്കണം. അവള് വലിയ കാശുകാരിയാ. ഈശ്വരാ. ആ പെണ്ണിനെ ഇപ്പൊ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുക. ഭർത്താവിന്റെ മനസ്സ് ആ പെണ്ണിലേക്ക് ചെല്ലാൻ എന്തൊക്കെയോ കൂടോത്രങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത്? ആ അമ്മായിയമ്മ തള്ളെ ചവിട്ടിക്കൂട്ടി ഭിത്തിയിലൊട്ടിക്കണം. അതിരിക്കട്ടെ, ഇപ്പൊ വീട്ടിൽ വന്ന പെണ്ണിന് കാര്യങ്ങൾ അറിയാവോ? അതോ ദേവികയുടെ അമ്മായിയമ്മയുടെ കൂടെ ചേർന്ന് ദേവികയുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുവാണോ? ഇപ്പൊ വന്ന് കയറിയവൾക്ക് കാര്യങ്ങൾ പൂർണ്ണമായി അറിയത്തില്ല. എന്റെ ഭർത്താവ് എന്നെ കല്യാണം കഴിച്ച കാര്യം പോലും അമ്മായിയമ്മ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ അമ്മായിയമ്മ തള്ള ഇപ്പൊ ജീവനോടെ കാണില്ല. എന്റെ ജീവിതം ഞാനിങ്ങനെ കരഞ്ഞു തീർക്കാം മീര. നാളെ എന്റെ കുടുംബജീവിതം എന്താവുമെന്ന് ഒരു പിടിയുമില്ല. ആകെയുള്ള ആശ്രയം എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാ. നന്ദൻ, എന്താ മീര? നമ്മൾ ദേവികയുടെ കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെടണം. ഒരു പരിഹാരവും ഉണ്ടാക്കണം. നമുക്ക് വനിതാ കമ്മീഷനിലോ അങ്ങനെ ഏതെങ്കിലും സംഘടനയോ സമീപിക്കാം. അതൊക്കെ വേണ്ടിവരും. ഞാൻ പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പായി വന്നു കയറിയ പെണ്ണിനോട് കാര്യങ്ങളൊക്കെ അറിയിക്കാന്നുള്ളതാ. ഇത് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യ. അവളും വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും. എന്തായാലും ദേവികെ ധൈര്യമായിട്ടിരിക്ക. ഞങ്ങളുണ്ട് കൂടെ, അല്ലേ നന്ദൻ? പിന്നല്ലാതെ. ഈശ്വര, ഇപ്പോഴും ഒരു ആശ്വാസമായത്. ദേവികെ, ഈ വീഡിയോ കണ്ടിട്ട് വ്യക്തമായ അഭിപ്രായം പറയണം. ഹായ് ഫ്രണ്ട്സ്, എന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലേ? ഞാൻ വളരെ ഹാപ്പിയാ. കാരണം എന്റെ കല്യാണം നടക്കാൻ പോവാ. വരനാരാണെന്നറിഞ്ഞാ നിങ്ങൾ ഞെട്ടും. MLA സിദ്ധാർത്ഥ് ചന്ദ്രോത്തിന്റെ മകൻ നന്ദൻ.
നന്ദനുമായിട്ടുള്ള എന്റെ വിവാഹം ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നടക്കാൻ പോവാ. എങ്ങനെയുണ്ട് ദേവികെ? പറ. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി മീര. ഞാൻ മീരയുടെ അടുത്ത ഫ്രണ്ടായിരുന്നെങ്കിൽ മീരയുടെ ചെകിടത്തിപ്പ അടി പൊട്ടിച്ചേനെ. ദേവിക എന്തൊക്കെയാ പറയുന്നേ? ഞാനൊരു പെണ്ണായതുകൊണ്ടാ പറയുന്നേ. സ്ത്രീകൾ അവരുടെ വില കളയരുത്. ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? ദേവിക എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ എന്താ ഇവിടെ? ആ രജനി ചേച്ചി, മീരയുടെ വീഡിയോ കണ്ടില്ലേ? കണ്ടു. മീര കാണിച്ചത് മഹാമോശമായിട്ടുള്ള കാര്യല്ലേ? എന്തു മോശം അത് പറയൂ. ഒരു മിനിറ്റ്. ആ പോസ്റ്റ് ആദ്യം ഇടേണ്ടത് മീരയല്ല, നന്ദൻ സാറല്ലേ? എന്താ ദേവിക പറയുന്നേ? എന്റെ മീരെ, കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനാ ലോകത്തോട് ആദ്യം പറയേണ്ടത്. ഞാൻ ദാ ഇന്ന കുട്ടിയെ വിവാഹം ചെയ്യുന്നു. അതല്ലേ അന്തസ്. അവിടെയല്ലേ പെണ്ണിനൊരു വില കിട്ടുന്നേ. ദേവിക എന്തായി പറയുന്നേ? അതില് കാര്യമൊന്നുമില്ല. അല്ല, ദേവിക പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട്. മീരയ്ക്ക് കാര്യമില്ലെന്ന് തോന്നും. കാരണം കല്യാണത്തിന്റെ ഒരു സന്തോഷത്തില് ശരിയും തെറ്റും മനസ്സിലാവില്ല. എന്റെ മീരയ്ക്ക് നന്ദനയല്ല, നന്ദന് മീരയാണ് ആവശ്യമെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ ആദ്യം പുരുഷനാ, അതായത് നന്ദൻ സാറാ വീഡിയോ ഇടേണ്ടത്. അല്ലേ? ശരിയല്ലേ? ആ അല്ല, സ്ഥലം MLA ഇവിടെ ഉണ്ടല്ലോ. നിഷ്പക്ഷമായിട്ട് പറയണം. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, കുട്ടി പറയുന്നത് ശരി. ആ ദേ കേട്ടല്ലോ. ഇപ്പോ ഞാനാണ് മീരയുടെ സ്ഥാനത്ത് നിന്നിരിക്കട്ടെ. കെട്ടാൻ പോകുന്നത് ഏത് കൊമ്പത്തെ നന്ദനയാണെങ്കിലും ശരി, ആദ്യം കയറി അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. ഒന്നെങ്കിൽ കെട്ടാൻ പോകുന്ന ആള് ആദ്യം പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ഒരുമിച്ചിട്ടാലും ഓക്കെയാ. കറക്റ്റ് പോയിന്റുകളാ ദേവി പറയുന്നത്. അല്ല, മീര സ്ത്രീകൾക്കൊക്കെ വേണ്ടി വാദിക്കാറുണ്ടല്ലോ. ഇതിലിപ്പോ എന്താ ഇങ്ങനെ പറ്റാൻ? ആരോ പൊട്ടബുദ്ധി ഉപദേശിച്ച് മീരയ്ക്ക് പണി കൊടുത്തതാ. അതിരിക്കട്ടെ, മീരയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചാ? അല്ല, മീര ഒരു മണ്ടിയാണല്ലോ, മീരയ്ക്കൊരു പണി കൊടുക്കണമല്ലോ എന്ന് കരുതി കാണും. മീര സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ടതാകും മോളെ. അല്ല, പ്രഭാന്റിയ പറഞ്ഞ വീഡിയോ ഇടാൻ. അമ്മയ്ക്ക് ഇങ്ങനെ അബദ്ധം പറ്റാറില്ലല്ലോ. ചിലപ്പോ പ്രഭ ഇതേപ്പറ്റി ഒന്നും ചിന്തിച്ചു കാണില്ല. നന്ദൻ പൊതുവെ ഇങ്ങനെയുള്ള പുതിയ രീതിയിൽ ഇഷ്ടമില്ലാത്ത ആളാ. എന്നുവെച്ചാ നന്ദൻ സാറിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇടില്ല അല്ലേ? വധുവാവുന്ന കുട്ടി വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തോട്ടെ എന്ന്. ഇതിനെയാണ് പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. നന്ദനും നീയും വിവാഹം കഴിച്ചുവെന്ന് ഞാൻ മീരയോട് പറഞ്ഞാൽ അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നറിയോ? ഒന്നും സംഭവിക്കില്ല. കാരണം ആന്റി അത് പറയില്ല. അത് പറഞ്ഞ അതോടെ എല്ലാം കഴിഞ്ഞെന്ന് ആന്റിക്ക് അറിയാം. മീര ചിലപ്പോ ആത്മഹത്യ ചെയ്യും, ചിലപ്പോ ഇറങ്ങിപ്പോവും, ഇനി ചിലപ്പോ അതങ്ങ് ഉൾക്കൊണ്ടെന്നും വരും. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ
അതോടെ ആന്റിക്ക് എന്റെ മീരയുടെ മേലുള്ള നിയന്ത്രണം അങ്ങ് അവസാനിക്കും. ആന്റി ഭീഷണി പോലെയല്ലേ പറഞ്ഞത് ഞാനും നന്ദനും വിവാഹിതരാണെന്ന് മീരയോട് പറയൂന്ന്? എന്നാ ഞാൻ അപേക്ഷ പോലെ പറയുക, ആന്റി മീരയോട് അത് തുറന്നു പറയണം. ആ പാവത്തിന് ഇങ്ങനെ ആശ കൊടുത്ത് മുന്നോട്ട് പോവരുത്. ഓ അങ്ങനെയാണല്ലേ? അതെ ആന്റി, ആ മീരെ കാണുമ്പോ എനിക്ക് സഹതാപോ. ആ കുട്ടിയെ ഇങ്ങനെ പറ്റിക്കാതെ ഒന്ന് തുറന്ന് പറയണോ ആന്റി? ആന്റി എന്നെയും നന്ദുവിനെയും പിരിക്കാൻ ശ്രമിച്ച് വെറുതെ സമയം കളയണ്ട. മരണത്തിന് മാത്രമേ ഞങ്ങളെ വേർപിരിക്കാൻ പറ്റൂ. മരണം കൊണ്ടേ നിങ്ങളെ പിരിക്കാൻ പറ്റൂ എന്നാണെങ്കിൽ മരണം കൊണ്ട് തന്നെ ഞാൻ പിരിക്കും. ആരുടെ മരണം കൊണ്ട്? എന്റെ മരണം കൊണ്ടോ? ആന്റി, ഞാൻ മരിച്ചാ നന്ദു എന്നോടൊപ്പം മരിക്കും. തിരിച്ച് നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാ നന്ദുവിനോടൊപ്പം ഞാനും പോവും. അപ്പൊ പിന്നെ അങ്ങനെ ആന്റി വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. മീരയ്ക്ക് നന്ദന് കിട്ടില്ല. പ്രഭ, താൻ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു യുദ്ധമുണ്ടല്ലോ, സത്യമറിഞ്ഞ മീര ആത്മഹത്യ ചെയ്യും എന്നൊരു ഭീഷണി എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ടുള്ള യുദ്ധം, അതിന് ഏറ്റവും കൃത്യമായ മറുപടിയാ ദേവകി ഇപ്പൊ പറഞ്ഞത്. ദേവിയില്ലാതെ നന്ദനോ നന്ദനില്ലാതെ ദേവിയോ ഈ ഭൂമിയിൽ ജീവിക്കില്ല. അതുകൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കണ്ട് വെറുതെ എല്ലാവരുടെ ജീവിതവും നശിപ്പിക്കണ്ട.